വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയയിൽ ഉതകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് ഈ വിശുദ്ധ വാരം. ഓശാന ഞായറോടുകൂടിയാണ് ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നേ ദിവസം ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഓശാന തിരുനാളിന് വേണ്ടി യേശു സ്വയമായി അവിടുന്ന് ഒരുങ്ങുന്നുണ്ട്. അവൻ രാജാവാക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയെങ്കിലും അതിൻ്റെ ഒന്നും മഹത്വം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഓശാന തിരുനാളിന് വേണ്ടി യേശു ഒറ്റയ്ക്ക് ഒരുങ്ങുകയാണ്. 4 സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും ഓശാന തിരുനാളിന് വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച്. ഇവിടെ നാം കാണുകയാണ് ഓശാന തിരുനാൾ. ഈ ഓശാന തിരുനാളിന്റെ പ്രത്യേകത എന്താണ്? യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓശാന തിരുനാൾ യേശു തിരിച്ചറിയുന്നുണ്ട് ഈ ഓശാന വിളികളെല്ലാം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് എന്ന്. എന്നാൽ നമ്മെ നോക്കിക്കൊണ്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓശാന തിരുനാൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് തിരുവചനത്തിൽ. ബർത്തമീയൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ ദാവീദിന്റെ പുത്ര ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ ഓശാന തിരുനാൾ ദിനത്തിൽ ജനം മുഴുവൻ ഒന്നടങ്കം ഇതേ വാക്കു തന്നെ വിളിച്ചു പറയുന്നു, ഓശാന ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ബർത്തമീയൂസ് എന്ന് പറയുന്ന അന്ധമനുഷ്യൻ ദാവീദിന്റെ പുത്ര ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ കാണുകയാണ് ഈ ജനം മുഴുവൻ ഒന്നടങ്കം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുന്ന സുദിനമാണ് ഓശാന തിരുനാൾ. നമുക്ക് കാണാൻ സാധിക്കും എവിടെ വെച്ചാണ് ഈ ഓശാന തിരുനാളിന് വേണ്ടി യേശു ഒരുങ്ങുന്നത്. ഒലിവ് മലയിൽ ജെറുസലേമിന് അടുത്ത് എന്ന് വചനം പറയുകയാണ്. ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായി തിരുവചനത്തിന് വെളിച്ചത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജെറുസലേം ദേവാലയത്തിന് കിഴക്കായിട്ടാണ് ഒലിവ് മല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നാം കാണുകയാണ് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ മഹത്വം എങ്ങോട്ടാണ് പോകുന്നത്? വചനത്തിൽ നാം കാണുകയാണ് കെരൂബികളുടെ ചിറകുകളിൽ കയറിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കിഴക്കോട്ടാണ് പോകുന്നത്. എന്നാൽ ഈ കിഴക്ക് നിന്ന് ദൈവത്തിന്റെ മഹത്വം തിരിച്ചു കൊണ്ടുവരലാണ് ഓശാന തിരുനാൾ. വീണ്ടും നാം കാണുകയാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വം ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നു. ഓശാന തിരുനാൾ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മഹത്വം തിരിച്ചു കൊണ്ടുവരുന്ന തിരുനാളാണ് ഓശാന തിരുനാൾ. ഒരുപക്ഷെ ഈ ദിനങ്ങളെല്ലാം വിശുദ്ധ വാരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ നഷ്ടപ്പെട്ടു പോയ മഹത്വം ഏതെല്ലാം രീതിയിൽ നിനക്ക് നഷ്ടപ്പെടലുകൾ ഉണ്ടായോ ആ മഹത്വം, പ്രാർത്ഥനാ ജീവിതം, ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ദിനമാണ് ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും നമുക്ക് ലഭിച്ച ആ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും. സ്വർണം എങ്ങനെ മങ്ങി, തങ്കത്തിന് എങ്ങനെ ശോഭ കുറഞ്ഞു, വിശുദ്ധ മന്ദിരത്തിന്റെ മതിലുകൾ എങ്ങനെ വടിയരികിൽ ചിതറിക്കപ്പെട്ടു. നീ ഒരു സ്വർണമായിരുന്നു, നീ ഒരു തങ്കമായിരുന്നു, നീ ഒരു വിശുദ്ധ മന്ദിരമായിരുന്നു. എങ്ങനെയാണ് ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറുസലേമിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയത്? ആ ദേവാലയത്തിൽ ആ പാപവും മ്ലേച്ഛതയും അവിടെ വാണപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക, ഈ പുതിയ ജെറുസലേമിനെ നോക്കിക്കൊണ്ട് കച്ചവട സ്ഥലമായിരിക്കുന്നു, പാപവും മ്ലേച്ഛതയും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് യേശു മിശിഹാ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവിടേക്ക് കയറി വരുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ
ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ മഹത്വം തിരിച്ചു കൊണ്ടുവരുന്ന തിരുനാളാണ് ഓശാന തിരുനാൾ. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കും, ഈ ദൈവജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന. സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ. ഇവിടെ സോളമൻ രാജാവ് ദാവീദിന്റെ പുത്രനാ. ഈ രാജാവ് കിരീടം ധരിക്കുവാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളുകയാണ്. ഈ സമയത്ത് ജനം മുഴുവൻ സോളമൻ രാജാവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്രൻ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. എന്നാൽ യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ പുത്രൻ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്നാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, സോളമൻ എന്ന രാജാവും യേശു എന്ന രാജാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? യേശുവിന്റെ രാജകീയ പ്രവേശനത്തിൽ ജനം മുഴുവൻ ആർപ്പ് വിളിക്കുന്നു, ദാവീദിന്റെ പുത്രൻ ഓശാന, ഇതാ ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന്. എന്നാൽ ഈ രണ്ട് രാജാക്കന്മാരുടെയും പ്രത്യേകത എന്താ? സോളമൻ രാജാവ് തന്റെ കിരീടം ധരിക്കുന്നതിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന കഴുതപ്പുറത്താ. ഇതേപോലെ യേശുവും ഈ കിരീടം ധരിക്കുന്നതിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന കഴുതപ്പുറത്ത് തന്നെയാണ്. എന്നാൽ സോളമൻ രാജാവിന്റെ കിരീടത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. അത് സ്വർണം കൊണ്ടുള്ള കിരീടമായിരുന്നു. എന്നാൽ യേശു ധരിച്ചിരിക്കുന്ന ആ കിരീടം സ്വർണം കൊണ്ടുള്ള കിരീടമാണോ? അല്ല, മറിച്ച് മുൾക്കിരീടമായിരുന്നു യേശുവിന്റെ ശിരസിൽ വെച്ചിരിക്കുന്നത്. വീണ്ടും നാം കാണുക, അവന് സിംഹാസനമുണ്ട്. എന്നാൽ സോളമൻ രാജാവിന്റെ സിംഹാസനം സ്വർണം കൊണ്ടും രത്നം കൊണ്ടും പതിച്ചതായിരുന്നു. എന്നാൽ കർത്താവ് ശംസിയുടെ സിംഹാസനം എങ്ങനെയായിരുന്നു? ഇതാ സ്വർഗത്തിന്റെ ഭൂമിയുടെ മധ്യേ 3 ആണികളിൽ തൂങ്ങപ്പെട്ടതായിരുന്നു, കുരിശുമേൽ തൂങ്ങപ്പെട്ടതായിരുന്നു കർത്താവിന്റെ സിംഹാസനം. ഈ രാജാവ് സോളമൻ രാജാവിന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അവന് ചെങ്കോലുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ശംസിക ജെറുസലേം ദേവാലയത്തിലേക്ക് രാജാവായി കടന്നു വരുമ്പോൾ ഈ രാജാവിന് ഒരു കാര്യം അറിയാം, തനിക്ക് കിട്ടാൻ പോകുന്ന ചെങ്കോൽ എന്താണ്? തന്റെ കൈകളിലേക്ക് ആണിപ്പാടുകളാണ് കിട്ടാൻ പോകുന്നത്. ആണികൾ അടിച്ചു കയറ്റപ്പെടാനുള്ളതാണ് ആ ചെങ്കോല് പിടിക്കേണ്ട കരകൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ സോളമൻ രാജാവിന്റെ കിരീടവും അതുപോലെ തന്നെ കർത്താവ് ശംസിഹായുടെ കിരീടവും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ദൈവമായ കർത്താവ് തന്നെയാണ് ഈ പ്രവർത്തികളിൽ വ്യത്യസ്തരാക്കുന്നത്. ചിലരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ സഹനങ്ങൾ തന്നെയാ, മുൾക്കിരീടങ്ങൾ തന്നെയാ. ഒരുപക്ഷെ ഈ കൈകളിലേക്ക് ആടുകൾ അടിച്ചു കയറ്റപ്പെടുന്ന അവസ്ഥ തന്നെയാ. എന്നാ നമ്മൾ കാണുക, ഇന്ന് നമ്മൾ കാണുന്നില്ലേ ചില വ്യക്തികളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹങ്ങൾ, എന്നും അനുഗ്രഹങ്ങൾ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നും സഹനങ്ങൾ, എന്നും സഹനങ്ങൾ മാത്രം. എന്നാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തി സോളമൻ രാജാവിന്റെ കിരീടത്തേക്കാൾ വിലയുണ്ട്, മഹത്വമുണ്ട് ഈ സഹനങ്ങൾ ഏറ്റെടുത്ത കർത്താവ് ശംസിഹായുടെ കിരീടത്തിന്. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും തിരിച്ചറിയണം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഇത് ദൈവം തരുന്നതാ, അതിന് ഉപരി മഹത്വമുണ്ട് എന്നുള്ള ബോധ്യം ഈ ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ നമ്മൾ കാണുകയാണ്, സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു. മൂന്നാമതായി നമുക്ക് ഇന്നേ ദിവസം പറഞ്ഞു തരികയാണ്, കഴുതപ്പുറത്ത് യേശു കയറുമ്പോൾ ഒരു നവവൈദികന്റെ തിരുപ്പട്ടത്തിന്റെ അവസരത്തിൽ ആ നവവൈദികൻ നന്ദി പറയുന്നുണ്ട്. നന്ദി പറയുമ്പോൾ നവവൈദികൻ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, എന്നെ കർത്താവിന്റെ ഒരു കഴുതിയാക്കണമേ എന്ന്. എന്നെ കർത്താവിന്റെ ഒരു കഴുതിയാക്കണമേ എന്ന്. നമുക്കറിയാം, ഈ കഴുത കട്ടപ്പെട്ട കഴുതിയായിരുന്നു, കെട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ കഴുതകളെയൊക്കെ യജമാന്മാര് അഴിച്ചുവിടുകയാണ് ചെയ്യുക. കാരണം ഈ യജമാനെ വിട്ട് കഴുത എങ്ങോട്ടും പോയില്ല. എന്നാൽ ഈ കഴുതയെ അവിടുന്ന് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ കഴുതയുണ്ടല്ലോ
ഒരു ഉപയോഗവുമില്ല, ഒരു പക്ഷേ ഒരു കഴിവുമില്ലാത്ത, ഒരു ഉപയോഗവുമില്ലാത്ത ഒരു കഴുതിയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ ആ കഴുതിയാണ് യേശു ഈ രാജകീയ പ്രവേശനത്തിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ കഴുതിയുടെ മുകളിൽ കയറിയിട്ടാണ് വരുന്നത്. നമ്മളും ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ കഴുത തന്നെയാണ് നമ്മൾ. ഈ കഴുതയെ പോലെ ഒരുപക്ഷെ ആരും പരിഗണിക്കാത്ത വ്യക്തി, ആരും സ്നേഹിക്കാത്ത വ്യക്തി, ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നേടിയിരിക്കുന്ന വ്യക്തി, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ കഴുതയെ പോലെയാ. ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്ത ഈ ജീവിതത്തിന്റെ മേൽ കർത്താവിശം കയറിയിരുന്നപ്പോൾ ഈ കഴുത കാണുകയാണ്. ഇതാ ഈ ജനം മുഴുവൻ അവിടെ വസ്ത്രങ്ങൾ വിരിച്ചിടുന്നു. ഈ ജനം മുഴുവൻ മരക്കൊമ്പുകളൊക്കെ അതിന് മുമ്പിൽ വിരിച്ചിടുന്നു. ഈ രാജാവായി യേശു ആ കഴുതയുടെ മുകളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ കഴുത കാണുകയാണ് ഈ ജനം മുഴുവൻ സ്വീകരിക്കുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരുപക്ഷെ കെട്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. ഭയം, അതുപോലെ ആർക്കും വേണ്ട എന്നുള്ള തോന്നലുകൾ, നെഗറ്റീവായ വികാരങ്ങൾ, എന്തൊക്കെ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളുണ്ടോ, ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ഇതിന്റെ മേൽ കർത്താവ് വന്നാൽ നിന്നെ കർത്താവ് എടുത്തുപയോഗിക്കും. ഇന്ന് ഈ ദിവസം, ഈ ഓശാന തിരുനാൾ ദിനത്തിൽ നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒന്നാം സ്ഥാനം കർത്താവിശംശയ്ക്ക് കൊടുക്കണം. കർത്താവിശംശിക നിന്റെ ജീവിതത്തിന്റെ മേൽ കയറിയിരിക്കുമ്പോൾ നീ കാണും അത്ഭുതങ്ങൾ. നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിശംശ കയറിയിരിക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയെ അതിലംഘിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ കർത്താവ് പ്രവർത്തിക്കും. ഇന്ന് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നറിയോ? ഞാൻ തന്നെ തിരിച്ചറിയണം, കർത്താവിശംശിക ഇല്ല എന്നുള്ളതാണ്. ഓശാന തിരുനാൾ ദിവസം നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഒന്നാമത്തെ കാര്യം, കർത്താവിശംശിഹായ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. രണ്ടാമതായി, ജെറുസലേം ദേവാലയത്തെ അവിടുന്ന് ശുദ്ധീകരിച്ചതുപോലെ കർത്താവെ എന്നെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, പ്രതീകമായി നമുക്ക് ഓരോരുത്തർക്കും ഇതാ കുരുത്തോല വെഞ്ചരിച്ച് തരാൻ പോവുക. ഈ കുരുത്തോല മുടക്കാതെ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുപോയി ഈ വെഞ്ചരിച്ച കുരുത്തോല നമ്മുടെ കുടുംബത്തിൽ സ്ഥാപിക്കാനുള്ളതാ. ഇത് നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു ശക്തി കേന്ദ്രമാണ് ഈ കുരുത്തോല എന്ന് ഓരോ മക്കളും തിരിച്ചറിയണം. രണ്ട് കരകളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് ഈ ഓശാന തിരുനാൾ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. ബർത്തിമിയൂസ് എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ. ഇന്ന് ഓശാന വീഥികളിൽ ജനം മുഴുവൻ ആർപ്പ് വിളിക്കുന്നു, ഹോസാന ഹോസാന, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. യേശുവിന് മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. യേശുവിന് മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ഒന്ന് ഹൃദയത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നാം കാണുക, ജെറുസലേമിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. പാപവും മ്ലേച്ഛതയും എല്ലാം അവിടെ കുടികൊള്ളുന്നു. ആ നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചു കൊണ്ടുവന്നതാ യേശു ഈ ഓശാന തിരുനാൾ ദിനത്തിൽ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഓർക്കണം, ഈ വിശുദ്ധ വാരത്തിൽ നാം ഓർക്കണം, എന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പാപവും മ്ലേച്ഛതയും എല്ലാം എന്നിലേക്ക് കുടികൊള്ളുമ്പോഴാ എന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നേ എന്നുള്ള കാര്യം ഓരോ വ്യക്തികളും തിരിച്ചറിയുക. ആർക്കും വേണ്ടാതെ കിടന്ന ആ കഴുത വിലയുള്ള കഴുതിയായി എപ്പോഴാണ് ആ കഴുതിയുടെ മേൽ യേശു കയറിയപ്പോഴാ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിശംശിഹായ്ക്ക് കൊടുക്കുക. എന്നാൽ നീ വിലയുള്ളവനായി മാറും.